കേന്ദ്ര നയങ്ങൾക്കെതിരെ ഡൽഹിയിൽ കേരള സർക്കാർ പ്രതിഷേധം നാളെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിലെത്തി. മുഖ്യമന്ത്രി വൈകിട്ട് 4-ന് കേരള ഹൗസിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ ഭൂരിഭാഗം പാർട്ടികളും പങ്കെടുക്കുന്ന പ്രതിഷേധത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കും. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഡൽഹി ജന്തർ മന്ദിറിൽ പ്രഖ്യാപിച്ച പ്രതിഷേധത്തെ ദേശീയ തലത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തി പ്രകടനമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, NCP അധ്യക്ഷൻ ശരത് പവാർ, കപിൽ സിബൽ, ഫാറൂഖ് അബ്ദുള്ള തുടങ്ങിയവരും DMK, സമാജ്വാദി പാർട്ടി, JMRJD എന്നീ പാർട്ടികളുടെ പ്രതിനിധികളും പ്രതിഷേധത്തിന്റെ ഭാഗമാകും. സമരം ന്യായമായ ആവശ്യങ്ങൾക്കൊന്നും വിട്ടുനിൽക്കാനുള്ള കോൺഗ്രസ് തീരുമാനം പുനഃപരിശോധിക്കണമെന്നും സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് 24-നോട് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമില്ല. ഇപ്പോൾ 2 വർഷം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളം നമ്മളോടൊരു ചിറ്റമ്മ നയമാണ് കാണിക്കുന്നത്. ഇന്ന് മറ്റ് സംസ്ഥാനങ്ങൾ ഇത് അംഗീകരിച്ചിരിക്കുന്നു. നമുക്ക് മുന്നോട്ട് പോകണ്ടേ? നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ UGCയുടെ ഗ്രാൻറ്റുകളും UGC സഹായങ്ങളും ലഭിക്കണ്ടേ? സമരത്തിന് പിന്തുണയുമായി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ഇടത് സർവീസ് സംഘടനകൾ കേരള ഹൗസിൽ ബോർഡുകൾ സ്ഥാപിച്ചു. സമരത്തിന് പിന്തുണ തേടി എല്ലാ BJP, NDA ഇതര മുഖ്യമന്ത്രിമാർക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരുന്നു. എന്നാൽ ദേശീയ ഇടത് ഐക്യത്തിന്റെ ഭാഗമായ CPIML, RSP, ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികൾക്ക് ക്ഷണമില്ല. പ്രതിഷേധത്തിന്റെ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വൈകിട്ട് കേരള ഹൗസിൽ മാധ്യമങ്ങളെ കാണും. 24 ഡൽഹി. ജന്തർ കർണാടക നടത്തുന്ന നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന സമരത്തിൽ DK ശിവകുമാർ അടക്കം KJ ജോർജ് അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിച്ചു അവരുടെ പ്രതികരണത്തിലേക്ക്. We are asking for our rights. It is purely our right. Whatever the percentage we are supposed to get, we are getting only 13%. We don't let some other states also be benefited. I don't mind. Kerala government has written to my chief minister. We have an assembly session. Lot of issues are there. After all, they are our neighbors. They are our neighbors. We respect them. They are contributing to the world's economy, country economy. We are all out to come together and fight for the justice. We have to get whatever our share we have to get fairly. That's what we are doing. Whether Kerala, Tamil Nadu, Andhra or Telangana or any other states. കേരളത്തിലെ ഇന്റർണൽ മാറ്റേഴ്സ് ഞങ്ങളുടെ പാർട്ടി അപ്പോസ് ചെയ്യുന്നുണ്ടോ? അവരുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനെ പറ്റി അപ്പോസ് ചെയ്തിട്ടുണ്ടോ? I know the thing. That is their decision. We are talking about the central government share. What we are getting is less. We are eligible to get more. That's what we are the thing. If the same cost, if not only Kerala, if other states also take, we have to support. ബൽറാം നെടുങ്ങാട് കൂടി ചേരുന്നുണ്ട്. ബൽറാം, ഇപ്പോൾ DK ശിവകുമാർ കേരളത്തിന്റെ സമരത്തിന് പൂർണ്ണ പിന്തുണ അറിയിക്കുകയാണ്. എന്തായാലും നമ്മുടെ അയൽ സംസ്ഥാനമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി നാളെ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല കേരളം നേതൃത്വം നൽകുന്ന സമരത്തിൽ. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ 2 മുഖ്യമന്ത്രിമാരടക്കം ഒട്ടുമിക്ക ഇന്ത്യ മുന്നണിയിലെ ഒട്ടുമിക്ക എല്ലാ കക്ഷികളും പങ്കെടുക്കുന്നുണ്ട്. അപ്പം നാളത്തെ സമരം ഒന്നുകൂടി അരങ്ങാവുന്ന സമരമാകും. ബൽറാം. ഹഷ്മി, തീർച്ചയായും ഏറ്റവും കൗതുകകരം ഈ നാളത്തെ കേരളത്തിന്റെ പ്രതിഷേധത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നടന്ന കർണാടകയുടെ ഡൽഹി ചലോ പ്രതിഷേധം തന്നെയാണ്. കർണാടക കോൺഗ്രസ് ഈ കേരളത്തിന്റെ സമരത്തെ ഉൾപ്പെടെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ നമ്മൾ കേട്ടു. കർണാടകത്തിൽ നിന്നുള്ള കോൺഗ്രസ് ഇതിനെ പിന്തുണയ്ക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് ഈ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഒപ്പം തന്നെ ദേശീയ തലത്തിലുള്ള നേതാക്കൾ പോലും കേരളത്തിന്റെ ക്ഷണം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിനെതിരായ പ്രതികരണങ്ങളും കേരളത്തിൽ നിന്നുള്ള ഇടത് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രതിപക്ഷ പാർട്ടികളുടെ വലിയ ശക്തി പ്രകടനമാക്കി മാറ്റുകയും ദേശീയ ശ്രദ്ധ ആകർഷിക്കുക, കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ സമരത്തിന് പിന്നിലുള്ളത്. കാരണം സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഫണ്ടുകൾ ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്നു, മറ്റ് ഫെഡറൽ സംവിധാനത്തിൽ കൈകടത്തലുകൾ ഉണ്ടാകുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നു. മറ്റെല്ലാ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഈ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതിനായി ഒരു സർക്കാർ എന്ന നിലയിൽ ആദ്യമായി ഒരു പ്രതിഷേധത്തിന് മുന്നിട്ടിറങ്ങുകയാണ് കേരളം. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. കോൺഗ്രസിൽ നിന്ന് അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ പോലും ആം ആദ്മി പാർട്ടി ഇതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. 2 മുഖ്യമന്ത്രിമാരും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. കെജ്രിവാളും ഭഗവത് മാനും സമരത്തിന് എത്തുമെന്ന് ഔപചാരികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ DMK പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്റ്റാലിൻ വിദേശത്തായതിനാൽ അദ്ദേഹം നേരിട്ട് പങ്കെടുക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടി പ്രതിനിധികൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. ഒപ്പം തന്നെയാണ് ദേശീയ തലത്തിലുള്ള സമാജ്വാദി പാർട്ടി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ
സമാജ്വാദി പാർട്ടിയുടെ രാജ്യസഭാംഗമായ കപിൽ സിബൽ, നാഷണൽ കോൺഫറൻസിന്റെ നേതാവ് ഫാറൂഖ് അബ്ദുള്ള അടക്കമുള്ള നേതാക്കൾ സമരത്തിന് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. JMM-ഉം സമാജ്വാദി പാർട്ടിയും ഒപ്പം തന്നെ RJD-യും നേതാക്കളെ അയക്കുന്നുണ്ട്. MP-മാർ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഈ ഒരു സമരവേദിയിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷ ഐക്യത്തിന്റെ ഒരു വലിയ ശബ്ദം ഉയർത്താൻ തന്നെയാണ് കേരളം ശ്രമിക്കുന്നത്. ബൽറാമാണ് ജന്തർ മന്ദറിലെ സമരത്തിന്റെ വിവരങ്ങൾ നൽകിയത്. ഇർഷാദ് ബുല്ലോട്ടെ ചോദിക്കുകയാണ്, കേന്ദ്രാവഗണന ഉണ്ടെങ്കിലും കോൺഗ്രസ് പങ്കെടുത്താൽ കേരള സർക്കാരിന്റെ ധൂർത്തിനെ ന്യായീകരിക്കലാവില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ ധർമ്മസങ്കടമാണ്. അതൊക്കെ ഉറപ്പായും ഇതിൽ രാഷ്ട്രീയം ഉണ്ടല്ലോ. അപ്പോൾ പക്ഷേ അവിടെ ഇന്നിപ്പോൾ കർണാടക സമരം നടന്നു, കോൺഗ്രസ്സാണ് സമരം നടത്തുന്നത്. ഇതേ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി അവഗണിക്കുന്നു തുടങ്ങിയ അതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർണാടകയുടെ സമരം. പിന്നെ അതത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി അതത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നോക്കേണ്ടി വരും. അതിനൊരു കുറ്റം പറയാൻ കഴിയില്ല.